അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബ്ലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. ഈ ഒരു ലക്ഷണങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലൊക്കെ നിങ്ങൾ നോക്കി ഈ ഒരു അസുഖം അല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികൾ നമ്മളോട് പറയും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ട് നിങ്ങൾ എന്തേ നോക്കാഞ്ഞ് എന്നുള്ള ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം കുട്ടികളുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി അവരുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുക എന്താണ് ഒരു വൃത്തിയില്ലാത്തൊരു മുഖമായിട്ട് കുട്ടികളുടെ മുഖം മാറും. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ മാറിപ്പോകുന്ന ഒരു അസുഖമാണ്, മറ്റൊന്നുമില്ല. അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കിന്റെ ബാക്കിൽ കാണുന്ന ഒരു ഗ്രന്ഥിയുടെ വീക്കത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖം. അതിൽ കുറച്ച് കുട്ടികളുടെ മുഖം ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളും ചികിത്സകളും ഒക്കെ തേടി പോകാൻ പറ്റും. വളരെ നല്ല ട്രീറ്റ്മെന്റും ഇതിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമാധാനപ്പെടുത്താൻ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുപോലെ 100 കണക്കിന് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സംവിധാനം യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എല്ലാം എത്തുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈകാതെ കാര്യത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ അഡിനോയിഡ് നിങ്ങൾ മനസ്സിലാക്കുക. അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി, നമ്മൾ മൂക്ക് തലേൻ്റെ ഇങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്തനാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ ഈ ശ്വാസം ഇത് മൂക്കിൻ്റെ ഇതിലൂടെ ഇങ്ങനെ കയറി പോയിട്ട് ഇത് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കയറിപ്പോയി ഇങ്ങനെ പോയി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വന്ന് ശ്വാസനാളത്തിൽ കൂടെ പോകും. അപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ടോൺസിൽസ് ഉള്ളത് പോലെ ഇവിടെ വേറൊരു ഗ്രന്ഥിയും കൂടെ ഉണ്ട്. നോക്കിയാൽ കാണൂല മൂക്കിൻ്റെ അകത്തേക്ക്. ബാക്കിൽ കാണുന്ന ഈ ഗ്രന്ഥി ഇതിപ്പോൾ ചുരുങ്ങി നിൽക്കുക. പക്ഷേ കുട്ടികളിൽ 3 മുതൽ 7 വയസ്സാകുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഇത് വീങ്ങും. ഇത് വീങ്ങിക്കഴിഞ്ഞ പ്രശ്നം പിന്നെ ഇതിലൂടെ ശ്വാസം പോകാൻ കഴിയില്ല, മൂക്കിലൂടെ ശ്വാസം പോകില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ അതാണ് ഗ്രന്ഥി, അത് വീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വീങ്ങിയോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാവും? ആദ്യം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വീങ്ങുന്നതെന്ന് അറിയോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം പനി വന്നുകൊണ്ടിരിക്കുക കുട്ടികളിൽ. ഇപ്പോൾ എവിടുന്നെങ്കിലും ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് കിട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, തണുത്ത കഴിച്ചിട്ട് ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ വീങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് വീങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. രണ്ടാമത്തെ കാര്യം, അലർജി ഉള്ള കുട്ടികളിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടിക്ക് ഈ അലർജി ഉണ്ടെങ്കിൽ ഇത് വീങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാംഗ്ലൂർ, ഡൽഹി പോലെയുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഭയങ്കര മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ ജീവിക്കുമ്പോൾ ഇതിന് ഇറിറ്റേഷൻ വന്നിട്ട് അങ്ങനെ അത് വീങ്ങാറുണ്ട്. പിന്നെ കുട്ടികളിൽ വളരെ ചുരുക്കം കുട്ടികളിലായിട്ട് ഗ്യാസിന്റെ പ്രശ്നം വരാറുണ്ട്. അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോൾ പുളിച്ചു തകട്ടിൽ വന്ന് അതിന് ഇറിറ്റേഷൻ വന്നിട്ടൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കയറാറുണ്ട്. എന്നാൽ വളരെ നോർമലായിട്ടും ഈ ഒരു പ്രായത്തിൽ 3 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇത് വീങ്ങി കാണാറുണ്ട്. വീട്ടിൽ പുകവലിയുള്ള ആളുകളിൽ കുട്ടികളിൽ ഇങ്ങനെ വീങ്ങാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവെ കാണപ്പെടുന്ന കാരണങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വീങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക, അതാണ് ഇതിലെ $1 ബില്യൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലക്ഷണം കുട്ടിക്ക് കൂർക്കം വലി ഉണ്ടാവുക എന്നുള്ളതാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് കുട്ടി കൂർക്കം വലിക്കുന്നുണ്ട്, സൗണ്ട് ഇങ്ങനെ അപ്പുറത്തെ റൂമിലേക്ക് കേൾക്കുന്ന രീതിയിൽ. പിന്നെ വായ തുറന്ന് വെച്ച് കുട്ടി ഉറങ്ങുക. ശ്വാസം മൂക്കിലൂടെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുട്ടി വായ തുറന്ന് വെച്ച് ഉറങ്ങുന്നത്. ആ സമയത്ത് നിങ്ങൾ വായ ഒന്ന് കുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി ശ്വാസം കിട്ടാതെ ഉണരുന്ന അവസ്ഥ. സംസാരിക്കാതിരിക്കുന്ന സമയത്ത് പോലും കുട്ടി ഇങ്ങനെ വായ ഇങ്ങനെ തുറന്നു വെച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ ലക്ഷണമാണ് എപ്പോഴും കുട്ടിക്ക് മൂക്ക് അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത് കാരണം തന്നെ കുട്ടി സംസാരിക്കുമ്പോൾ മൂക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ, ഇപ്പൊ ഈ മൂക്ക് പൊത്തി പിടിച്ചാൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഈ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിലേക്ക് കുട്ടിന്റെ സൗണ്ട് മാറിപ്പോവുക. അതുപോലെ ഇങ്ങനെ കുറേ കാലം ഇതിങ്ങനെ വീങ്ങി നിൽക്കുമ്പോൾ നോക്കിയേ, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ഇവിടെ നമുക്ക് ചെവിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്നാണ് പറയാം, ഇവിടുന്ന് ബാക്കിലേക്ക് ചെവിയിലേക്ക്. അപ്പോൾ നോക്കി ഇതിങ്ങനെ ഗ്രന്ഥി വീങ്ങുമ്പോൾ ഈ ഹോൾ അടയും. അങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവിൻ്റെ പ്രഷർ ശരിയാവാത്തതുകൊണ്ട് കുട്ടിക്ക് ചെവിക്ക് എപ്പോഴും നമ്മൾ ഈ ചോരൊക്കെ കയറുന്ന സമയത്ത് ചെവിൻ്റെ അടുത്തൊരു നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും, ഒരു അടഞ്ഞ ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് കാരണം കുട്ടി ചിലപ്പോൾ വിളിച്ചാൽ കേൾക്കൂല, കുട്ടി കേൾവി ശക്തി കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ ഇത് വീങ്ങുമ്പോഴാണ് വേറെ പ്രശ്നം. ഇനി കുട്ടി ഇങ്ങനെ വായിലൂടെ ഇങ്ങനെ ശ്വാസെടുത്ത് അവസാനം കുട്ടിൻ്റെ ഈ മുന്നിലെ മുകളിലെ ഈ പല്ലിൻ്റെ ഭാഗം മുന്നിലേക്ക് തള്ളി വരും. അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഉള്ളിലെ അണ്ണ എന്ന് പറയുമ്പോൾ ഈ ഹാർഡ് പാലറ്റ് അതിങ്ങനെ കുഴിഞ്ഞുള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ഇത് കാരണമായിട്ട് വരും. അപ്പോഴാണ് കുട്ടീൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു അസുഖമാണിത്. അത്ര വലിയ ഭയങ്കര ഡേഞ്ചർ സംഭവമല്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും അതുപോലെ നമ്മൾ അതിന് വേണ്ടി ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും പലപ്പോഴും അത് ബുദ്ധിമുട്ടായി മാറാറുണ്ട്.
അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കിത് അഡിനോയിഡിൻ്റെ വീക്കം തന്നെയാണോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് 2 ടെസ്റ്റാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തലേൻ്റെ എക്സ്റേ എടുക്കുക, മറ്റൊന്ന് നെയ്സൽ എൻഡോസ്കോപ്പി. ഇതിൻ്റെ അകത്ത് കൂടെ ഒരു ക്യാമറ ഇട്ട് നോക്കുക എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്, ഏത് ഗ്രേഡിൽ എത്രത്തോളം വീങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കാനുള്ളതാണിത്. അപ്പോൾ നമുക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ ഒരു എഴുത്ത് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതിക്കാണ്ട് വെച്ച സാധനം ഉണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരും. അത് കൊണ്ടുപോയി പോയിട്ട് എക്സ്റേ എടുത്ത് നോക്കുക. ഹോമിയോപ്പതി നല്ല ചികിത്സ ഇതിനുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അതിൻ്റെ വലുപ്പം കുറച്ചെടുക്കാൻ പറ്റും. ആ എക്സ്റേ കൊണ്ട് പോയാൽ ഡോക്ടർക്കും കൂടി എളുപ്പമാണ്. അപ്പോൾ അത് കൊണ്ടുപോവുക, എന്നിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മെഡിസിൻസ് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് അൽഹംദുലില്ലാ ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ നല്ല റിലീഫ്. ഈ കൂർക്കം പോലെ നിൽക്കാൻ, ശ്വാസം കറക്റ്റ്, മൂക്ക് ഓപ്പണായി ഡോക്ടറെ നല്ല റാത്താണ്. ഇപ്പോൾ ഒരു 80% മാറി എന്നുള്ള രീതിയിൽ 3 ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചികിത്സ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകാം. അതല്ലെങ്കിൽ എൻ്റെ ചികിത്സ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അറേഞ്ച് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ക്ലിനിക്ക് വരുന്നത്. അങ്ങോട്ട് വന്നാലും മതി കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് സുഖങ്ങൾക്കുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോക്ടർ മുഹമ്മദ് ഷിബ്ലി, മിസ്ര ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്.